ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണത്. ദെൻ രണ്ട് ഈവൻസ് ഇൻഡിപെൻഡൻറ്റ് ആകണമെങ്കിൽ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ എയുടെ ഒക്കറൻസ് ബിയുടെ ഒക്കറൻസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇവിടെ ഗിവൺ ബി എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള പ്രോബിലിറ്റിയാണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. സോ എയുടെ ഒക്കറൻസ് ബിനെ അഫക്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ തന്നെ ആവണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന്. സോ രണ്ട് ഈവൻസ് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആകണമെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഒക്കറൻസ് മറ്റൊരു ഒക്കറൻസിനെ എഫക്ട് ചെയ്യരുത്. സോ നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ മൂന്ന് ഈവൻസ് ആണുള്ളതെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഇൻറ്റർസെക്ഷൻ സി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി ആണെങ്കിൽ എയും ബിയും സിയും ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആയിരിക്കും. then ഇവിടെ നമുക്ക് ഒരു റിസൾട്ട് കൂടെ കിട്ടുന്നുണ്ട്. ഇയും എഫും രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇ കോംപ്ലിമെൻറ്റും എഫ് കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്, ഇയും എഫ് കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്, ഇ കോംപ്ലിമെൻറ്റും എഫും ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് ഇയും എയും ബിയും തന്നിട്ടുണ്ട്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ഇൻറ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 0.4 വിച്ച് ഇസ് ഈക്വൽ ടു 0.12 ആയിരിക്കും. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു റിസൾട്ട് നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.3 പ്ലസ് 0.4 മൈനസ് 0.12 വിച്ച് ഇസ് ഈക്വൽ ടു 0.58 എന്ന് കിട്ടും. നൗ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, by definition probability of a given b equal to probability of a intersection b divided by probability of b ആയിരിക്കും. a intersection b എന്ന് പറയുന്നത് 0.12 ആണ്. a intersection b divided by probability of b 0.4. Now consider next question. a and b are independent events. Probability of a and probability of b ആണ്. Find probability of neither a nor b. neither a nor b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് neither a complement intersection b complement ആണ്. So this is equal to probability of a union b all complement ആണ്. a union b all complement എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. സോ നമുക്ക് എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അറിയാം. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 0.4 ഇൻറ്റു 0.5 ഈക്വൽ ടു 0.2. ദെൻ ഇവിടെ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എ മൈനസ് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.4 പ്ലസ് 0.5, എ ഇൻറ്റർസെക്ഷൻ ബി 0.2 ആണ്. സോ 0.7 ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. സോ റിക്വയർഡ് ആൻസർ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമുക്കതിനെ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിനെ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 0.7. സോ ദ ഫൈനൽ ആൻസർ ഈസ് 0.3. Now consider next question. A and B are two events such that probability of A equal to 1/2, probability B equal to 7/12. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ട്. സോ അതിനകത്ത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയാം. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ടി മോർഗൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഓക്കെ എ ഇൻറ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. എ ഇൻറ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് എഴുതാം, ഈക്വൽ ടു 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്തായിരിക്കും? എ ഇൻറ്റർസെക്ഷൻ ബി ഈക്വൽ ടു 1 മൈനസ് 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. ദെൻ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്താണെന്ന് ചെക്ക് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ആണ് ആദ്യം കണ്ടുപിടിച്ചത്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യുകയാണ്. സോ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു
7 by 12 is equal to 7 by 24, which is not equal to probability of A intersection B. A intersection B യും A into P of B യും P of B ആണ് ഈക്വൽ അല്ല. സോ നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയും. നോട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. A and B are independent events with the probability of A equal to 0.3, probability B equal to 0.4. Then intersection എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് 0.12. Then A and B are independent events. P of A യും P of B യും തന്നിട്ടുണ്ട്. ഇന്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിച്ചതാണ്. 0.12 എന്ന് കണ്ടുപിടിച്ചു. ദെൻ എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി divided by probability of B, which is equal to A intersection B is 0.12 divided by 0.4. A union B, probability of A plus probability of B minus probability of A intersection B, which is equal to 0.3 plus 0.4 minus 0.12, 0.58 എന്ന് കിട്ടും. Answer next question. E and B are two events. Probability of E equal to 3 by 5, F equal to 1 by 3, intersection of 1 by 5. Are E and F independent? So taking out product answer P of E into P of F, which is equal to 3 by 5 into 1 by 3, which is equal to 1 by 5 എന്നിട്ട് അത് തന്നെയാണ് പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. ഇ ഇന്റർസെക്ഷൻ ഓഫ് പ്രോബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഇ ഈക്വൽ ആണ് ഇംപ്ലൈസ് ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡൻറ്റ്. Now what's the next question? എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിനും പ്രൊഡക്റ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് 3 by 25. Now consider next question. Two balls are thrown at random with replacement from a box containing 10 black and 8 red balls. Find the probability of both are red balls. ഓക്കെ, നമുക്ക് ഈവൻ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു ബോക്സിൽ 10 ബ്ലാക്ക് ബോളും ഉണ്ട്, 8 റെഡ് ബോളും ഉണ്ട്. ഓക്കെ, ദെൻ 2 balls ആർ റാൻഡം. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു ബോൾ എടുക്കുന്നു, എന്നിട്ട് അത് എന്താണെന്ന് നോക്കുന്നു, എന്നിട്ട് അത് തിരിച്ചു വെക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ബോൾ എടുക്കുന്നത്. സോ നമുക്കിവിടെ ഫസ്റ്റ് ബോൾ ഫസ്റ്റ് ബോൾ റെഡ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റിനെ ഈവൻറ്റിനെ R1 എന്ന് എടുക്കാം. റെഡ് രണ്ടാമത്തെ ഡ്രോയിൽ റെഡ് എടുക്കുന്നതിന് R2 എന്ന് എടുക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് രണ്ട് ബോൾ റെഡ് ആകാനുള്ള പ്രോബിലിറ്റി ഓഫ് R1 ഇന്റർസെക്ഷൻ R2. R1 ഇന്റർസെക്ഷൻ R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രോബിലിറ്റി ഓഫ് R1, ഫസ്റ്റ് ബോൾ റെഡ് ആകാനുള്ളത്, R1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഒരു റെഡ് ബോൾ എടുക്കണം. എത്ര രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും? ആകെ ഒരു റെഡ് ബോളാണ്, ഫസ്റ്റ് ബോൾ റെഡ് ബോൾ എടുക്കുന്നത്. സോ ആകെ 18 പ്രോബിലിറ്റി ഓഫ് R1 ഈസ് ഈക്വൽ ടു ആകെ 18 ബോൾ ഉണ്ട്. ആകെ 10 8 18 ബോൾ ഉണ്ട്. അതിനകത്ത് ഒരു റെഡ് ബോൾ എടുക്കണമെങ്കിൽ എത്ര രീതിയിൽ എടുക്കാം? 8 ഈസിയിൽ എടുക്കാം. സോ പ്രോബിലിറ്റി ഓഫ് R1 ഫസ്റ്റ് ബോൾ റെഡ് ആകാനുള്ളത് 8/18 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ബോളിൽ ഒരെണ്ണം റെഡ് എടുത്തു, അത് കഴിഞ്ഞ് നമ്മളത് തിരിച്ച് വെക്കുകയാണ്, റീപ്ലേസ് ചെയ്യണം. ഇപ്പോൾ ഈ ബോക്സിൽ വീണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ R2 കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് രണ്ടാമത്തെ ബോൾ R2 ആണുള്ള പ്രോബിലിറ്റി ഓഫ് R2 എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഈ ബോക്സിൽ ഒരു ബോൾ എടുത്തു തിരിച്ചു വെച്ചു, ഈ ബോക്സിൽ 18 ബോൾ തന്നെയുണ്ട്. ഓക്കെ, സോ അവിടെ നമ്മൾ പ്രോബിലിറ്റി ഓഫ് R2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രോബിലിറ്റി ഓഫ് R2 ഈസ് ഈക്വൽ ടു ആകെ 18 ബോൾ, അതിനകത്ത് 8 റെഡ് ആണുള്ളത്. സോ പ്രോബിലിറ്റി ഓഫ് R2 എന്ന് പറയുന്നത് 18 ആണ്. നോക്കുക, രണ്ടിൻ്റെയും പ്രോബിലിറ്റി ഒരെണ്ണം എടുത്തു തിരിച്ചു വെച്ചു. അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന കേസിൽ ഫസ്റ്റ് ഈവൻറ്റിൻ്റെ ഒക്കറൻസ് സെക്കൻഡിൻ്റെ ഇവൻറ്റിൻ്റെ ഒക്കറൻസിനെ ബാധിക്കുന്നതേയില്ല. സോ രണ്ടും ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്ന കേസിലെല്ലാം. സോ റീപ്ലേസ് ചെയ്യാത്തപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് അല്ല, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫസ്റ്റ് കണ്ടീഷൻ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ഗിവൺ കണ്ടീഷൻ ബാധിക്കുന്നുണ്ട്. സോ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് R1 ഇന്റർസെക്ഷൻ R2 എന്ന് പറയുന്നത് ബൈ ഡെഫിനേഷൻ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് R1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് R2 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് രണ്ടും റെഡ് ബോൾ ആകാനുള്ള ഈവൻ്റ് ആണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് R1 ഇന്റർസെക്ഷൻ R2. ബൈ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് R1 ഇൻറ്റു R2 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 8/18 ഇൻറ്റു 8/18 ആയിരിക്കും ആൻസർ. നൗ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. One of them is black and other is red. ഒരു ബോൾ ബ്ലാക്കും ആയിരിക്കണം, അതർ റെഡും ആയിരിക്കണം. അതെങ്ങനെ സംഭവിക്കാൻ നോക്കാം. ഒന്നാമത്തെ ബോൾ ബ്ലാക്കും വരുന്നു, അതർ റെഡും വരണം. ഓക്കെ, സോ ഫസ്റ്റ് ബോൾ
ബ്ലാക്ക്, സെക്കൻഡ് ബോൾ ആൻഡ് ഇൻ്റർസെക്ഷൻ സെക്കൻഡ് ബോൾ എന്ന് പറയുന്നത് റെഡ്. ഓർ ഇത് ഈ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ബ്ലാക്ക് വൈ ഒരെണ്ണം റെഡ് വൈ. ദെൻ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യത്തേത് റെഡ് വൺ ആ റെഡ്, ദെൻ രണ്ടാമത്തേത് ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ, രണ്ടാമത്തേത് ബ്ലാക്കും, രണ്ടാമത്തേത് ബ്ലാക്ക്. സോ ഈ ഇവൻ്റ് നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് B1 ഇൻ്റർസെക്ഷൻ R2 ഓർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ്. രണ്ട് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് രണ്ടിനും പ്രോബിലിറ്റി ആഡ് ചെയ്യുക, ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട്. പ്രോബിലിറ്റി ഓഫ് R1 ഇൻ്റർസെക്ഷൻ P2. സോ പ്രോബിലിറ്റി രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. സോ പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് R2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് R1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B2. സോ ആകെ 18 ബോൾ, അതിൻ്റെ അകത്ത് ബ്ലാക്ക് ബോൾ 10 സോ 10/18 ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് B1. പ്രോബിലിറ്റി ഓഫ് R2 എന്ന് പറയുന്നത് ബോൾ തിരിച്ചു വെക്കുകയാണ്, ഓക്കെ, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ പ്രോബിലിറ്റി ഓഫ് R2 എന്ന് പറയുന്നത് 8/18 പ്ലസ് പ്രോബിലിറ്റി ഓഫ് R1 8/18, പ്രോബിലിറ്റി ഓഫ് B2 10/18. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2 ടൈംസ് 10 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 18 ഇൻറ്റു 8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ ആയി. സോ 9 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ C = 2 ഇൻറ്റു 2 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 9 ഇൻറ്റു 9 ഡിനോമിനേറ്ററിൽ, ന്യൂമറേറ്ററിൽ 5 ഇൻറ്റു 4, 5 ഇൻറ്റു 4 20 ഇൻറ്റു 4 40, 40 ഡിവൈഡ് ബൈ 81 ആയിരിക്കും റിക്വയർഡ് പ്രോബിലിറ്റി. നൗ കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Probability of solving specific problem independently by A and B are 1/2 and 1/3 respectively. If both try to solve the problem independently, then find the probability that the problem is solved. So നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു, രണ്ട് പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യുവാണ്. സോ നമുക്കറിയാം എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ഇവനാന്ന്. രണ്ട് കുട്ടികൾ രണ്ട് ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഒരാൾ സോൾവ് ചെയ്യുന്നത് മറ്റേ സോൾവ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. അവിടെ രണ്ടുപേരും സോൾവ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഇനി രണ്ട് പേര് അടുത്തടുത്ത് ഇരുന്ന് സോൾവ് ചെയ്യുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ആൻസർ ചെയ്യുന്നത്. സോ അവിടെ രണ്ടുപേരുടെയും ആൻസർ ശരിയാകാനുള്ള ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഒരാൾ ശരിയാക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റേ ആളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആളുടെ ആൻസർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ആ കേസിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ചോദ്യത്തിൽ രണ്ടും ഇൻഡിപെൻഡൻ്റ് ഇവൻ്റ്, രണ്ടുപേരും രണ്ട് ക്ലാസ് റൂമിലിരുന്നാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ സോൾവ് ചെയ്യുന്നത് മറ്റേ ആളെ ബാധിക്കുന്നില്ല, രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ രണ്ടുപേരും സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഫസ്റ്റ് പേഴ്സൺ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്, അതർ പേഴ്സൺ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/3 ആണ്. ദെൻ രണ്ടുപേരും സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ഇവൻ്റ് ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B = P of A ഇൻറ്റു P of B ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു രണ്ടുപേരും ഒരേ സമയം സോൾവ് ചെയ്യാനുള്ള രണ്ടുപേരും സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1/3 = 1/6 ആയിരിക്കും. ദെൻ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്. പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ A or B സോൾവ് ചെയ്യാനുള്ള സാധ്യതയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത പറയുന്നത്. ഒന്നെങ്കിൽ A സോൾവ് ചെയ്യണം അല്ലെങ്കിൽ B സോൾവ് ചെയ്യണം. ഓക്കെ, A യൂണിയൻ B, പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B ഈസ് ഈക്വൽ ടു, അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാൻ. പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബിലിറ്റി ഓഫ് B മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. പ്രോബിലിറ്റി ഓഫ് E എന്താണെന്ന് ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2, പ്രോബിലിറ്റി ഓഫ് B 1/3 ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് B ആണ് ഇത്, പ്രോബിലിറ്റി ഓഫ് B = 1/3. ദെൻ പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B അത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 1/6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 1/2 എന്ന് പറയുന്നത് 3/6 ആണ്, പ്ലസ് 1/3 എന്ന് പറയുന്നത് 2/6 ആണ്. ദെൻ 1/6 ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ദെൻ ന്യൂമറേറ്റേഴ്സ് നേരിട്ട് ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാം. 3 + 2 5 - 1 4, 4/6 ആയിരിക്കും. ദാറ്റ് ഈസ് 2/3 ആയിരിക്കും നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി. A അല്ലെങ്കിൽ B സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം. രണ്ടുപേരിൽ ഒരാൾ മാത്രമേ സോൾവ് ചെയ്യാൻ പാടുള്ളൂ, അതിനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സാക്ട്ലി ഒരാൾ മാത്രം സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ A സോൾവ് ചെയ്യണം, A സോൾവ് ചെയ്യുകയാണെങ്കിൽ B സോൾവ് ചെയ്യാൻ പാടില്ല, റൈറ്റ്. A ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്, A സോൾവ് ചെയ്യുകയാണെങ്കിൽ B സോൾവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്തും കൺസിഡർ ചെയ്യാം, A സോൾവ് ചെയ്തില്ല, അപ്പോൾ ആര് സോൾവ് ചെയ്യണം, B സോൾവ് ചെയ്യണം. അതാണ് എക്സാക്ട്ലി വൺ ഓഫ് ദ സോൾവ്സ് ദ പ്രോബ്ലം. സോ ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ് രണ്ടും ഡിസ്ജോയിൻറ്റ് ഇവൻ ആണ്. ഇതും ഡിസ്ജോയിൻറ്റ് ഇവൻ ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B.
then by definition നമുക്കറിയാം probability of A intersection B complement is equal to probability of A minus probability of A intersection B ആണ്. സോ A intersection B complement എന്ന് പറയുന്നത് A intersection Aക്കകത്ത് നിന്ന് കോമൺ ആയിട്ടുള്ള സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് A complement intersection B എന്ന് പറയുന്നത് probability of B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A intersection B which is equal to probability of A എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 3/6 minus A intersection B 1/6 plus probability of B is equal to 1/3 which is 2/6. A intersection B 1/6. Then 3 plus 2 5. 5 minus 2 5 minus 2 3. So 3/6 equal to 1/2 ആണ് exactly one of the source of problem എന്ന് പറയുന്നത്. Now consider next question. For two independent events, which of the following pair need to be independent? നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച റിസൾട്ടാണ്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എയും ബി കോംപ്ലിമെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എ കോംപ്ലിമെൻറ്റും ബി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഉറപ്പായിട്ട് ഇത് റോങ് ആയിരിക്കും. Two events E and F are such that P of E equal to 0.6, P of F equal to 0.2, probability of E union F equal to 0.68. നമുക്കിത് ഉപയോഗിച്ച് പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ 0.6 പ്ലസ് 0.2 മൈനസ് 0.68 വിച്ച് ഇസ് ഈക്വൽ ടു 0.8 മൈനസ് 0.62 0.12 എന്ന് കിട്ടും. സോ ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 0.12 കിട്ടിയിട്ടുണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് കണ്ടീഷൻ നമുക്കറിയാം. പ്രോബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എഫ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇ എന്ന് പറയുന്നത് 0.2 ഇൻറ്റു എഫ് ഈ എഫ് 0.2 ഇ 0.6 വിച്ച് ഇസ് ഈക്വൽ ടു 0.12 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. ഇ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് ഇ ഇൻ്റർസെക്ഷൻ എഫ് കിട്ടിയിട്ടുണ്ട്. ദെയർഫോർ ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ്. കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം. ദെൻ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻസ് ഈവൻസ്. ദെൻ പ്രൂവ് ദാറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. എ ബി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ഡെഫിനേഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി. ഓക്കെ, നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ് എന്നർത്ഥം. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഇത് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ എത്തിക്കണം. സോ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ദെൻ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് മാറ്റി എഴുതാം. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് ഈ രണ്ട് ടേബിളും പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്. പി ഓഫ് ബി നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. പി ഓഫ് ബി ഇൻറ്റു ഇവിടെ ബാക്കി ഉണ്ടാവുക ബി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പി ഓഫ് എ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് നോക്കുക പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. റൈറ്റ്. നൗ നമുക്ക് പി ഓഫ് എനെ എങ്ങനെ മാറ്റി എഴുതാം? പി ഓഫ് എ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. പി ഓഫ് എക്ക് പകരം 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതി പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് അവിടെ ഓൾറെഡി ഉണ്ട് ഈക്വൽ ടു 1 പി ഓഫ് എ കോംപ്ലിമെൻറ്റ് മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് രണ്ടിൻ്റെ അകത്ത് കോമൺ ആയിട്ട് എടുക്കണം. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കോമൺ ആണ്. സോ രണ്ടിൽ മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് കോമൺ ആയിട്ട് പുറത്തോട്ട് വെക്കുന്നത് ഈ രണ്ട് ടീമിൻ്റെ അകത്ത് നിന്ന്. സോ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇതിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ഇതിൻ്റെ അകത്ത് പി ഓഫ് മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ബാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവും 1 ആണ്. ദെൻ ഇവിടെ പി ഓഫ് ബി ടു പി ഓഫ് എ കോംപ്ലിമെൻ്റ് അകത്ത് നിന്ന് മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് എടുക്കുന്നത്. സോ ബാക്കി ഉണ്ടാവുക മൈനസ് പി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ദിസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ്.
സോ അത് തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് അവർ റിക്വയർഡ് കണ്ടീഷൻ. കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്, പ്രൂവ് ദാറ്റ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റ്. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എയും ബിയും ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റ് ഇൻഡിപെൻഡൻറ്റ്. ദാറ്റ്സ് പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ടു പ്രൂവ്. ഈ കാര്യം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അറിയാവുന്ന കാര്യമാണ്. സോ നമുക്കതിൻ്റെ ആർ എച്ച് എസ് സിന്ന് തുടങ്ങാം. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ എക്സ്പാൻഷൻ നമുക്കറിയാം 1 മൈനസ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. റൈറ്റ്, ദെൻ ബ്രാക്കറ്റ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ, ഇത് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ദെൻ വി ഹാവ് 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് മൈനസ് പി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബിക്ക് വരാം പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ദെൻ ഈ രണ്ട് ടേമിൻ്റെ അകത്തും സെക്കൻഡ് ടേമിൻ്റെ അകത്തും തേർഡ് ടേമിൻ്റെ അകത്ത് നമുക്ക് മൈനസ് പി ഓഫ് ബി കോമൺ ആയിട്ട് പുറത്തോട്ട് വെക്കാം. മൈനസ് പി ഓഫ് ബി ഇൻറ്റു ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് മൈനസ് പി ഓഫ് ബി എടുത്താൽ 1 ബാക്കി ഉണ്ടാവും. ഇവിടെ നിന്ന് മൈനസ് പി ഓഫ് ബി ബാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി പി ഓഫ് എ ഉണ്ടാവും. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് മൈനസ് പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. നൗ ഈ ടേമിൻ്റെ അകത്ത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കോമൺ ആയിട്ട് പുറത്ത് വെക്കാം. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കി ഉണ്ടാവും 1, ഇവിടെ ബാക്കി ഉണ്ടാവുക പി ഓഫ് ബി. 1 മൈനസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണത്? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ്. നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്തു? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എത്തി. Therefore A and B are independent. A complement and B complement are independent event എന്ന് പറയാം. Okay, now consider next question. A box contains 30 defective and 30 non-defective balls. 2 balls are drawn at random. The events A and B are defined as follows. A first ball is defective. B is second ball is non-defective. Okay, then find P of A and P of B എന്നാണ് ആദ്യത്തെ ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ, ഒരു ബോക്സിൽ 30 ഡിഫക്റ്റീവ് ഉണ്ട്, 30 നോൺ ഡിഫക്റ്റീവ് ഉണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ അകത്തുനിന്ന് ഡിഫക്റ്റീവ് ബോൾ കിട്ടാനുള്ളതാണ്. ഫസ്റ്റ് ബോൾ എടുക്കുന്നത് ഡിഫക്റ്റീവ്, ഫസ്റ്റ് ബോൾ ഡിഫക്റ്റീവ് ആണ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. സോ ആകെ 60 ബോൾ, അതിൻ്റെ അകത്ത് 30 ഡിഫക്റ്റീവ്. സോ ഒരു ബോളാണ് എടുക്കുന്നതെങ്കിൽ ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 60 എന്ന് പറയാം. 30 ഡിവൈഡ് ബൈ 60. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബോൾ ഈസ് നോൺ ഡിഫക്റ്റീവ് എന്നാണ് പറയുന്നത്. രണ്ടാമതെടുത്ത ബോൾ നോൺ ഡിഫക്റ്റീവ് ആണുള്ള പ്രോബബിലിറ്റിയാണ്. സോ ഓൾറെഡി ഒരു ബോൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ബീനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് എയിലെ ഇവൻ്റ് നമ്മൾ പറഞ്ഞു. ബീനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി ഒരു ബോൾ എടുത്തു കഴിഞ്ഞു, രണ്ടാമത് ഒരു ബോൾ എടുക്കുകയാണ്. ഓൾറെഡി ഒരു ബോൾ എടുത്തു കഴിഞ്ഞുകൊണ്ട് ആ ഇവൻ്റ് കഴിഞ്ഞു. അതിന് ശേഷമാണ് രണ്ടാമത്തെ ഇവൻ്റ് നമ്മൾ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ആ ഇവൻ്റ് എന്ന് പറയുന്നതാണ് അത് നോൺ ഡിഫക്റ്റീവ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ നിലവിൽ ഈ ബോക്സിൻ്റെ അകത്ത് എത്ര ബോളുണ്ട്? ബൾബുണ്ട്. ആകെ ഒരു ഡിഫക്റ്റീവ്, ആദ്യം ഡിഫക്റ്റീവ് ആയിട്ട് എടുത്തു. ഇപ്പോൾ 29 ഡിഫക്റ്റീവ് ബോൾസ് ഉണ്ട്. 30 നോൺ ഡിഫക്റ്റീവ് ബോൾസും ആയിരിക്കും ബാക്കി ഉണ്ടാവുക ആദ്യത്തെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
സോ നമ്മുടെ ഈവൻറ്റ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ നോൺ ഡിഫക്റ്റീവ് ആണുള്ള പ്രോബബിലിറ്റിയാണ്. സെക്കൻഡ് ബോൾ നോൺ ഡിഫക്റ്റീവ് ആണുള്ള പ്രോബബിലിറ്റിയാണ്. സോ ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കൺസിഡർ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സംഭവിച്ചു, അത് വെച്ചുകൊണ്ടുള്ള ബിയുടെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആദ്യത്തെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. സോ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ 30 നോൺ ഡിഫക്റ്റീവ് ബോൾസ് ഉണ്ട്, ആകെ 59 ബോളും. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 30 ഡിവൈഡ് ബൈ 59 ആയിരിക്കും. ദെൻ ടോട്ടൽ തിയറം ഓഫ് പ്രോബബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഒരു കേസും കൂടെ കൺസിഡർ ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഗിവൺ എ കോംപ്ലിമെന്റ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഗിവൺ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ്? എ കോംപ്ലിമെന്റ് ആണ് ആദ്യം സംഭവിച്ചത്. എ കോംപ്ലിമെന്റ് ആദ്യം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തത് നോൺ ഡിഫക്റ്റീവ് ബോളാണ്. സോ ആദ്യം എടുത്തത് നോൺ ഡിഫക്റ്റീവ് ബോളാണെങ്കിൽ, ആദ്യം എടുത്ത് നോൺ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോളാണെങ്കിൽ ഇവിടെ 29 നോൺ ഡിഫക്റ്റീവ് ബോളും 30 ഡിഫക്റ്റീവ് ബോളും ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കോംപ്ലിമെന്റ്, ഒരു നോൺ ഡിഫക്റ്റീവ് ബോൾ എടുക്കണം, അതിനുള്ള പ്രോബബിലിറ്റി ദാറ്റ്സ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ 29 നോൺ ഡിഫക്റ്റീവ് ബോൾസ് ഉണ്ട്, ആകെ 59 ബോൾസ്, റൈറ്റ്. Then probability of B is equal to, by total theorem on probability, this is equal to probability of A into probability of B given A plus probability of A complement into probability of B given A complement. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റും കൂടെ കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബോള് നോൺ ഡിഫക്റ്റീവ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ 60 ബോളിൽ നോൺ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോൾ 30ആണ്. സോ 30 ഡിവൈഡ് ബൈ 60 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. സോ ഇതിൻ്റെ വാല്യൂ 1/2 തന്നെയാണ്. സോ പ്രോബബിലിറ്റി ഓഫ് ബി, നോൺ ഡിഫക്റ്റീവ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി നോൺ ഡിഫക്റ്റീവ് ബോൾ എടുക്കുക, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 59 പ്ലസ് probability of A complement equal to 1/2 into probability of B given A complement 29 divided by 59, which is equal to half into 29, half into 1/59 common ആണ്. Then 39 plus 29 is equal to 59. So that will be 1/2 ആയിരിക്കും അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, that's our correct answer. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1/2, പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 1/2 ആൻഡ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 59 എന്നറിയാം. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടണം. സോ ഇവിടെ നമുക്ക് നോക്കാം, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു, ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 30 ഡിവൈഡ് ബൈ 59 വിച്ച് ഇസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 118 എന്ന് കിട്ടും, റൈറ്റ്. ദെൻ വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി is equal to 1/2 into 1/2 is equal to 1/4. So ഇത് രണ്ടും ഈക്വൽ അല്ല, therefore A and B are not independent events. പ്രൂവ് ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഈ ചോദ്യത്തിൽ എയും ബി ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആകില്ല. കൺസിഡർ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്ത ചോദ്യമാണ്. ദെൻ എ ഹസ്ബൻഡ് ആൻഡ് ഇൻ്റർവ്യൂ ഫോർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് ഇവിടെ ഉണ്ടാവണം, എന്നാലേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകില്ല. വൈഫ് ഇൻ്റർവ്യൂ ഫോർ 2 വേക്കൻസീസ് ഇൻ സെയിം പോസ്റ്റ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഹസ്ബൻഡ് സെലക്ഷൻ ഈസ്, ഹസ്ബൻഡിൻ്റെ സെലക്ഷൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2
7 ആണ്. സോ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ സെലക്ഷൻ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി എ ഈസ് ഈക്വൽ ടു 1/7 ആണ്. വൈഫിൻ്റെ സെലക്ഷൻ പ്രോബിലിറ്റി ബി ഈസ് ഈക്വൽ ടു 1/5 ആണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൺലി വൺ ഈസ് സെലക്ടഡ്? രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ടുപേരുടെയും ഒരാളുടെ കിട്ടാനുള്ള ചാൻസ് മറ്റേയാളുടെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ദ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, രണ്ടുപേരും സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്രോബിലിറ്റി ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ 1/5 × 1/7, വിച്ച് ഈസ് ഈക്വൽ ടു 1/35 ആണ്. Now what we had to find at least one of them getting selected. That means ഒന്നെങ്കിൽ ഹസ്ബൻഡ് സെലക്ട് ചെയ്യപ്പെടണം ആൻഡ് വൈഫ് റിജക്റ്റഡ്. ഇറ്റ്സ് എ കോംപ്ലിമെന്റ്, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അല്ലെങ്കിൽ ഹസ്ബൻഡ് റിജക്റ്റ് ചെയ്യുന്നു ആൻഡ് വൈഫ് സെലക്ട് ചെയ്യുന്നു. സോ ഇതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, രണ്ടും ഡിസ്ജോയിൻറ്റ് ഈവൻസ് ആയതുകൊണ്ട് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് ഡിനോട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/7 ആണ്. 1/7 എന്ന് പറയുന്നത് 5/35 ആണ്. മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 1/35 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/5 ആണ്. അതിന് നമുക്ക് 7/35 എന്ന് എഴുതാം. മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി 1/35. രണ്ടും കൂടി ആഡ് ചെയ്യുക. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ബി എന്ന് പറയുന്നത് 12/35. 12 മൈനസ് 2, 12 മൈനസ് 2 എന്ന് പറയുന്നത് 10/35 ആണ്. സി ഈക്വൽ ടു, ദാറ്റ് വിൽ ബി അവർ കറക്റ്റ് ആൻസർ. സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2/7 എന്ന് കിട്ടും. Now comes the next question. An unbiased die is thrown twice. Let A be odd number on the first row, B with the event of odd number on the second row. Check the independence of A and B. So രണ്ട് ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. സോ എ ബി ദി ഇവന്റ് ഓഫ് ഒക്കറിങ് ഓഡ് നമ്പർ ഓൺ ഫസ്റ്റ് ത്രോ. ഫസ്റ്റ് ത്രോയിൽ ഓഡ് നമ്പർ സംഭവിക്കുന്നത്. ഫസ്റ്റ് ത്രോയിൽ ഓഡ് നമ്പർ, ഫസ്റ്റ് പൊസിഷനിൽ 3 സാധ്യതയുള്ള ഓഡ് നമ്പർ 3 ആണ്, 1 മുതൽ 6 വരെ. സെക്കൻഡ് പൊസിഷനിൽ 6 നമ്പേഴ്സും പോസിബിളാണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു, എ എന്ന് പറഞ്ഞ ഇവൻറ്റിൽ 3 × 6 18 എലമെൻറ്റ്സ് ഉണ്ടാവും. സോ 18/36 ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് എ, വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ദെൻ ബി എന്ന് പറഞ്ഞ ഇവന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ത്രോയിലാണ് ഓഡ് നമ്പർ ഓൺ സെക്കൻഡ് ത്രോ. ദാറ്റ് മീൻസ് ഫസ്റ്റ് ത്രോയിൽ 1 മുതൽ 6 വരെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും. സോ ഫസ്റ്റ് ത്രോയിൽ 6 ഓപ്ഷൻസ് ഉണ്ട്. സെക്കൻഡ് ത്രോയിൽ ഓഡ് നമ്പർ ആയിരിക്കണം, ഓഡ് നമ്പർ 3 സോ പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു, ബി എന്ന് പറഞ്ഞ ഇവൻറ്റിൽ 3 × 6 18 എലമെൻറ്റ്സ് ഉണ്ട്. 18/36 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ആയിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് ഈക്വൽ ടു ഫസ്റ്റ് ത്രോയിലും ഓഡ് ആയിരിക്കണം, രണ്ടും കൂടെ ഒരേ സമയം സംഭവിക്കണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ത്രോയിൽ ഓഡ് 3 രീതിയിൽ വരാം, സെക്കൻഡ് ത്രോയിൽ ഓഡ് 3 രീതിയിൽ വരാം. സോ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബിയിൽ 3 × 3 9 എലമെൻറ്റ്സ് ഉണ്ടാവും, 9/36 വിച്ച് ഇസ് ഈക്വൽ ടു 1/4. Then what is probability of A into probability of B, which is equal to 1/2 into 1/2, which is equal to 1/4, equal to probability of A intersection B. So probability of A into probability B equal probability of A intersection B ആണ്. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. സോ നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണ്. A and B are independently try to solve the problem, and A solved the problem. The probability എന്ന് പറയുന്നത് 1/3 ആണ്. Probability of A is equal to 1/3 ആൻഡ് ബി സോൾവ്സ് ദ പ്രോബ്ലം. പ്രോബിലിറ്റി ബി എന്ന് പറയുന്നത് 1/4 ആണ്. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു 1/3 × 1/4, വിച്ച് ഈസ് ഈക്വൽ ടു 1/12 എന്ന് എഴുതാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം ആണ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. രണ്ടുപേരും സോൾവ് ചെയ്യണം. എയും സോൾവ് ചെയ്യുന്നത് ബിയും സോൾവ് ചെയ്യുന്നത്. അത് 1/12 ആണ്. Then the problem is solved. Problem solve എന്ന് പറഞ്ഞാൽ probability of A union B, which is equal to probability of A plus probability of B minus probability of A intersection B. Probability of is equal to 1/3 ആണ്. 1/3 നമുക്ക് 3/12 എന്ന് എഴുതാം. പ്ലസ് probability of B എന്ന് പറയുന്നത് 1/4 ആണ്, which is equal to probability of A 1/3 എന്ന് പറയുന്നത് 4/12 ആണ്. Probability B equal to 3/12. Then A intersection B 1/12. 3 plus 4 plus 3 7 minus 1 6/12 equal to 1/2 ആയിരിക്കും required probability. Now card is drawn from a well shuffled pack of 52 cards. What is the probability that card is drawn an ace card?
52 കാർഡ്സിൻ്റെ അകത്ത് ഒരു കാർഡ് എടുക്കുന്നത്. ഓക്കെ, 52-ൽ 4 ഏസ് കാർഡാണ് ഉള്ളത്. സോ ഒരു ഏസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു ഏസ് കാർഡ് എന്ന് പറയുന്നത് 4/52. If the first card is not replaced, okay, first card not replaced, അത് റീപ്ലേസ് ചെയ്യുന്നില്ല. സെക്കൻഡ് കാർഡ് ഈസ് ഡ്രോൺ. ഫൈൻഡ് ദ പ്രോബിലിറ്റി ബോത്ത് ആർ ഏസസ്. രണ്ടും ഏസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഫസ്റ്റ് കാർഡ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് വരുന്നത്. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് രണ്ടും പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ഓക്കെ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഏസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആയിട്ടും A2 എന്നത് സെക്കൻഡ് ഏസ് കാർഡ്. സോ രണ്ടും ഒരേ സ്ഥലം സംഭവിക്കണം. പ്രോബിലിറ്റി ഓഫ് A1 ഇൻറ്റർസെക്ഷൻ A2 വിച്ച് ഇസ് ഈക്വൽ. രണ്ടും ഏസ് കാർഡ് കിട്ടണം. ഫസ്റ്റ് ഏസ് കാർഡ് എത്ര രീതിയിൽ വരാം? 4/52. ആൻഡ് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് അല്ല എന്ന് ഓർക്കുക. ദെൻ A2 എന്ന് പറയുന്ന ഈവൻ്റ്, A2 എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഓൾറെഡി സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏസ് കാർഡായിരുന്നു. സോ ഇപ്പോൾ ഡെക്കിൽ 51 കാർഡേ ഉള്ളൂ, റീപ്ലേസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് 3 ഏസ് കാർഡേ ബാക്കിയുള്ളതാണ്. സോ അതിനുള്ള പ്രോബിലിറ്റി, സെക്കൻഡ് ഏസ് കാർഡിനുള്ള പ്രോബിലിറ്റി 3/51 ആയിരിക്കും. സോ റിക്വയർഡ് പ്രോബിലിറ്റി ഓഫ് A1 ഇൻറ്റർസെക്ഷൻ A2 ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ തിയറി വെച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A2 ഗിവൺ A1 ആണിത്. അതാണ് A2 ഗിവൺ A1 ആണ് 3/51. സോ വിച്ച് ഇസ് ഈക്വൽ ടു 12/52 ഇൻറ്റു 51 ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കാർഡ് ഈസ് റീപ്ലേസ്ഡ് ആൻഡ് ദ സെക്കൻഡ് കാർഡ് ഈസ് ഡ്രോൺ. ഫസ്റ്റ് കാർഡ് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ പ്രോബിലിറ്റി സെക്കൻഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ഏസ് കാർഡ്. ഫസ്റ്റ് കാർഡ് ഏസ് കാർഡ് ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ബോത്ത് ഏസ് കാർഡ് പ്രോബിലിറ്റി ഓഫ് A1 ഇൻറ്റർസെക്ഷൻ A2 ആണ് നമുക്ക് ഇവിടെ സെക്കൻഡിലായിട്ട് കണ്ടുപിടിക്കേണ്ടത് സി പാർട്ടിൽ. സോ ഫസ്റ്റ് ഏസ് കാർഡ് ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4/52 ആണ്. ഇപ്പോൾ ഡെക്കിൽ 52 കാർഡ് തന്നെയുണ്ട്, 4 ഏസ് കാർഡും ഉണ്ട്. സോ അതിനുള്ള സെക്കൻഡ് ഏസ് കാർഡാനുള്ള പ്രോബിലിറ്റി 4/52. സോ ദിസ് വിസ് അവർ കറക്റ്റ് ആൻസർ. കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും തന്നിട്ടുണ്ട്. ദെൻ ഹാവ് ടു ഫൈൻഡ് A ഇൻറ്റർസെക്ഷൻ ബി. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് ആയിരിക്കും വിച്ച് ഈസ് 1/7 ഇൻറ്റു 1/5 1/35. A യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇൻറ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എനെ നമുക്ക് 1/7 എന്ന് പറയുന്നത് 5/35 ആണ്. ദെൻ 1/5 7/35 മൈനസ് 1/35 ഇസ് ഈക്വൽ ടു 11/35 എന്ന് എഴുതാം. ദെൻ probability of A intersection B complement union B intersection A complement is equal to probability of A minus probability of A intersection B plus രണ്ട് ഡിസ്റ്റോയിൻ്റ് ആയതുകൊണ്ടാണ് പ്ലസ് എന്ന് എഴുതുന്നത്. ഓക്കെ, പ്ലസ് പ്രോബിലിറ്റി ഓഫ് B മൈനസ് പ്രോബിലിറ്റി ഓഫ് A intersection B which is equal to 5/35 minus 1/35 plus 7/35 minus 1/35. So value will be 10/35, that is 2/7. Consider the probability of ABC solving problem 1/3, 2/7 and 3/8 if they try to solve them simultaneously. Okay, simultaneously solve എന്ന് പറഞ്ഞാൽ അവ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ വി ഹാവ് 3 പേരുടെയും സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഓഫ് A ഇൻറ്റർസെക്ഷൻ B ഇൻറ്റർസെക്ഷൻ B ഇൻറ്റർസെക്ഷൻ C ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് C which is equal to 1/3 into 2/7 into 3/8. Okay, 1 cancel ചെയ്തിട്ടുണ്ടെങ്കിൽ this is 3 cancel ചെയ്ത് 4 ആയിട്ടും ക്യാൻസൽ ചെയ്യാം. റൈറ്റ്, ദാറ്റ് വിൽ ബി 1/28 ആയിരിക്കും അതിനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, now consider next question. If all try to solve problem independently, so we have probability of A intersection B intersection C ആണത്. ഇനി probability of A intersection B എന്തായിരിക്കും? എയും ബിയും which is equal to probability of A into probability of B which is equal to 2/21 എന്ന് എഴുതാം. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഓഫ് A intersection C ഈക്വൽ ടു 1/8 ആണ്, 1/3 ഇൻറ്റു 3/8. ദെൻ പ്രോബിലിറ്റി ഓഫ് B intersection C ഈക്വൽ ടു, ദെൻ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 2/7 ഇൻറ്റു 3/8 ആണ്, 3/28, റൈറ്റ്, 3/28. Have to find exactly one of them will solve the problem.
the problem is solved. Problem is solved അല്ലെങ്കിൽ exactly one of them solved. Exactly one of them solved എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ probability of A intersection B complement intersection C complement plus probability of A intersection A complement intersection B intersection C complement plus probability of A intersection A complement intersection B complement intersection C ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു. സോ ഇതിൽ വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും, ബെറ്റർ ഐഡിയ കിട്ടും എന്താണെന്ന്. സോ ഈ പ്രോബിലിറ്റി നമുക്കൊന്ന് മാറ്റി എഴുതാം. വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നോക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് ആണ്. സോ ഈ ഗ്രീനിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണത്. സോ അതിനെ നമുക്ക് കിട്ടുക എക്കകത്ത് നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം രണ്ട് പ്രാവശ്യം അഡീഷൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതൊന്ന് ആഡ് ചെയ്യും കൂടെ ചെയ്യുക. സോ റിക്വയർഡ് പ്രോബിലിറ്റി ഈ ഇത്രയും ഭാഗത്തിൽ ഗ്രീൻ ഭാഗത്തിൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആയിരിക്കും. സിമിലർലി പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സിക്കകത്ത് സബ്ട്രാക്ട് ചെയ്യണം. പ്രോബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആയിരിക്കും. Then probability of A complement intersection B complement intersection C complement equal to probability of okay, actually this one of probability of C ആണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് സിക്കകത്ത് നല്ല സബ്ട്രാക്ട് പ്രോബിലിറ്റി സി സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് ദിസ് വൺ ഈസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് ആണ്. സോ ദാറ്റ് വിൽ ബി പ്രോബിലിറ്റി ഓഫ് ബിക്കകത്ത് സബ്ട്രാക്ട് ചെയ്യും. സോ ഈ ഭാഗത്തിൻ്റെ പ്രോബിലിറ്റിയാണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് പ്രോബിലിറ്റി ഓഫ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാക്ട്ലി വൺ ഓഫ് ദം എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി probability of A plus probability of B plus probability of C. Then നമുക്ക് ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്, എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്, എ ഇൻ്റർസെക്ഷൻ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്, ബി ഇൻ്റർസെക്ഷൻ സി രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി മൈനസ് 2 times probability of A intersection B plus probability of A intersection C plus probability of B intersection C മൈനസ് ഓക്കെ അത് കഴിഞ്ഞ് പ്ലസ് ചെയ്യണം അല്ലേ, പ്ലസ് 3 times probability of A intersection B intersection C. And finally we have our final answer is equal to probability of A intersection B intersection C equal to 1/28 ആണ്. Probability of A എന്ന് പറയുന്നത് 1/3 plus 2/7. So that will be probability of A plus probability of B plus probability of C, that is 1/3 plus 2/7 plus 3/18 minus 2 times ഓരോ രണ്ടെണ്ണത്തെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി 2 times 2/21 plus 1/8 plus 3/28 then plus 3 times A intersection B intersection C, that will be 1/28. That's our correct answer. Add is the correct answer, right? Now the problem is being solved. Problem solved with probability. That will be probability of A union B union C, which is equal to probability of A plus probability of B plus probability of C minus probability of A intersection B plus minus probability of A intersection C minus probability of B intersection C plus probability of A intersection B intersection C. Value substitute is the correct answer. That's it.